നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് പകൽ വീട് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഗ്രാമത്തിൻ്റെ അതിരിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ ചെറിയ വീട് നാട്ടുകാർ പകൽ വീടെന്നാണ് വിളിക്കുന്നത്. രാത്രിയിൽ ആ വീട് അടഞ്ഞു കിടക്കും. ഒരു വിളക്കും തെളിയില്ല. പക്ഷേ സൂര്യൻ തല ഉയർത്തുമ്പോൾ ആ വീട് ജീവനോട് വീണ്ടും ഉണരും. രമണി ചേച്ചി രാവിലെ 7-ന് വാതിൽ തുറക്കും. തൂണിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ താക്കോൽക്കൂട്ടം നീക്കം ചെയ്യുമ്പോൾ അവരുടെ കൈകൾ അല്പമൊന്ന് വിറയ്ക്കുന്നത് കാണാം. അതൊരു പേടി കൊണ്ടല്ല, സ്വന്തം ജീവിതം പോലെ പലരുടെയും ജീവിതത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ തന്നെയായിരുന്നു ആ വിറയലിന് പിന്നിൽ. അകത്ത് കയറുമ്പോൾ ചുമരുകളിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രങ്ങളും ശബ്ദങ്ങളും അവരെ സ്വാഗതം ചെയ്യുന്നു. ചിലത് ചിരിയുടേത്, ചിലത് കരച്ചിലിൻ്റേത്, ചിലത് മൗനത്തിൻ്റെ ഭാരം ചുമക്കുന്നവ. ഈ വീട്ടിൽ വരുന്നവർക്ക് പേരുകളില്ല. അവർക്കാകെയുള്ളത് അവരുടെ അവസ്ഥകളാണ്. ഒരു ദിവസം വന്ന സ്ത്രീയുടെ കഥ ശോചനീയമായിരുന്നു. 12ാം ക്ലാസ്സിൽ പാസ്സായി തുടർന്ന് പഠിക്കാൻ കഴിയാതെ ഫീസ് അടയ്ക്കാൻ പറ്റാതെ ജീവിതം നിന്നുപോയതിൻ്റെ നിശബ്ദ ദുഃഖം അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ ദുരിതങ്ങൾ പേറിയുള്ള ജീവിതം അവളെ ഇവിടെ വരെ എത്തിച്ചു. മറ്റൊരു ദിവസം എത്തിയത് കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ്. അവർ സംസാരിച്ചില്ല. കസേരയിൽ ഇരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. പകൽ വെളിച്ചം പോലും അവർക്ക് വിശ്വാസമില്ലാത്തതുപോലെ തോന്നിച്ചു. പിന്നെ കൂട്ടബലാത്സംഗത്തിനിരയായ അനവധി ഇരകളും അവരുടെ നിസ്സഹായരായ അമ്മമാരും. ഇങ്ങനെ നീളുന്നു ഇവിടെ ചേക്കേറുന്ന ഓരോരുത്തരുടെയും ജീവിതകഥകൾ. ഈ വീട്ടിൽ പകൽ ആർക്കും വരാം. സന്ധ്യ വരെ എല്ലാവർക്കും ഇവിടെ കൂടിയിരുന്ന് സംസാരിക്കാം. വേണ്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിലും വീട് വൃത്തിയാക്കുന്നതിലും രമണി ചേച്ചിയെ സഹായിക്കുകയും ചെയ്യാം. ആരെയും ഒന്നിനും നിർബന്ധിക്കുകയില്ല. ചേച്ചി അന്നവിടെ ഉള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കും, അവർക്ക് വിളമ്പും. സ്വന്തം കയ്യിലുള്ള കാശ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നല്ല പ്രവർത്തനം അറിഞ്ഞും കേട്ടും പലരും ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് വസ്ത്രങ്ങളും മരുന്നുകളും ഒക്കെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഈ വീട് രമണി ചേച്ചിയുടെ സ്വന്തമാണ്. അവർ ഒറ്റയ്ക്കാണ്. അവർക്ക് സ്വന്തമായുള്ള മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത് തന്നെയാണത്. അതിലെ ഒരു മുറിയിലാണ് രാത്രി അവർ ഉറങ്ങുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നത് പോലെ രമണി ചേച്ചി ഈ പകൽ വീട്ടിലേക്ക് രാവിലെ അവിടെ നിന്ന് തിരിച്ചു വരും. കിടക്കാൻ മാത്രമാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ വീടിന് നിയമപരമായ ഒരു പേരുമില്ല. പക്ഷേ ഇവിടേക്ക് വരുന്നവർക്ക് അതൊരു ഇടവേളയാണെന്ന് മാത്രം അറിയാം. ജീവിതം താൽക്കാലികമായി വയ്ക്കാൻ കഴിയുന്ന ഒരു മുറി. രമണി ചേച്ചി ആരെയും ഒരിക്കലും ഉപദേശിക്കുകയില്ല. അവർ എല്ലാവരെയും കേട്ടിരിക്കുന്നു. ചിലപ്പോൾ കുടിക്കാൻ അവർക്ക് ചായ കൊടുക്കുന്നു. ചിലപ്പോൾ വെറുതെ ഒപ്പമിരുന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം പറയുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ചില വേദനകൾ പങ്കിടുമ്പോൾ അവ ചെറുതായി പോകുന്നത് പോലെ തോന്നുന്നു. ഉച്ചയോടെ വീട് നിശബ്ദമാകും. ഓരോരുത്തരും തങ്ങളുടെ വഴിയിലേക്ക് മടങ്ങാൻ ഉള്ള തുടക്കമാണ്. സന്ധ്യയാകുമ്പോഴേക്കും വാതിൽ അടയ്ക്കും. രമണി ചേച്ചി ചുമരിലേക്ക് നോക്കും. ഇന്ന് ഈ വീട് പലരുടെയും ജീവിതത്തിൽ പകൽവെട്ടമായിരുന്നു എന്നവർ ഓർക്കും. പക്ഷെ രാത്രിയായാൽ ഈ വീട് ഉറങ്ങിപ്പോകും. അടുത്ത ദിവസം വീണ്ടും സൂര്യൻ ഉയരുമ്പോൾ വേദനകളെ താൽക്കാലികമായി ശമിപ്പിക്കാനും പാർപ്പിക്കാനും ആയി പതിവ് പോലെ രമണി ചേച്ചി ഈ വീട് തുറക്കുന്നു. ജീവിതം എല്ലാം തിരിച്ചെടുത്ത ഹതഭാഗ്യയായ ഒരു സ്ത്രീക്ക് തന്നെപ്പോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ സാധിക്കുന്നതിൽ അവർ തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. രമണി ചേച്ചിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുക്കാൻ ചെന്ന എനിക്ക് അവരുടെ ജീവിതം ഒരു അത്ഭുതമായി തോന്നി. എങ്ങനെയുണ്ട് എൻ്റെ കഥ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.